ഹലോ കൂട്ടുകാരെ, നിങ്ങൾ ഈ അവിയലിന്റെ കഥ കേട്ടിട്ടുണ്ടോ? പണ്ട് ഭീമസേനൻ അജ്ഞാതവാസക്കാലത്ത് വിരാട രാജാവിന്റെ അടുക്കളയിൽ വെച്ച് വളരെ ആകസ്മികമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അവിയൽ എന്നൊരു ഐതിഹ്യമുണ്ട്. എന്നാൽ ഇന്ന് പച്ചക്കറികളുടെ വൈവിധ്യം കൊണ്ട് മലയാളികളുടെ മനസ്സിലും നാവിലും ഒക്കെ ഒന്നാം സ്ഥാനം നേടിയൊരു സദ്യ വിഭവമാണിത്, അല്ലേ? നമുക്ക് ഈ അവിയൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കിയാലോ. ആദ്യമേ തന്നെ നമ്മുടെ അവിയലിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഇതുപോലെ നല്ല നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ കത്തിരിക്ക ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി അതിലേക്ക് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. ഇനി അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് കുക്കായി വരാനായിട്ടുള്ള അത്രയും വെള്ളം കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ മൺചട്ടിയിൽ വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് തിളച്ച് വരുന്ന സമയം ഞാൻ അതിലേക്ക് ആ കത്തിരിക്ക ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ടത് കുക്ക് ചെയ്ത് എടുക്കുക. ആ സമയം കൊണ്ട് നമുക്കതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ആവശ്യത്തിന് തേങ്ങ, ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, ആവശ്യത്തിന് ജീരകം, 2-3 കറിവേപ്പില തണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ആ അരപ്പ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം എല്ലാം ഓഫ് ആക്കിയതിന് ശേഷം നമ്മുടെ പുളിപ്പിനനുസരിച്ചിട്ട് ഇവിടെ തൈരാണ് ആഡ് ചെയ്യുന്നത്. തൈരും ആഡ് ചെയ്ത് എന്നതിന് ശേഷം കുറച്ച് ഓയിലും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് അടച്ച് വെച്ചേക്കുക. ഇനി കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അവിയൽ എടുക്കുമ്പോൾ ഒരു നല്ലൊരു മണം വരും. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ഓണത്തിന് നിങ്ങൾ ഇങ്ങനെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്